ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇന്നലെ വേറൊരു വണ്ടിയും കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവന്നു, ബാറ്ററി പോയതൊക്കെ മാറ്റി വന്നു. അപ്പോൾ ഇന്ന് അടുത്ത പണി തന്നിട്ടുണ്ട്. ഇന്നത്തെ പണി എന്താ ഞാൻ കാണിച്ചു തരാം. ഇന്നതാ ഈ വണ്ടിയും കൊണ്ട് ഫാസിന് കൊണ്ടുപോകണം. ഇത് കഫിലിൻ്റെ മോൻ്റെ വണ്ടിയാണ്. അവൻ വേറെ വണ്ടിയിൽ ജോലിക്ക് പോയി. ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്, കറക്റ്റ് 25 കിലോമീറ്റർ കാണുന്നുണ്ടല്ലേ. 10:30 മണിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തിന്. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. 10:30 മണിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന് വൈക്കൊന്ന് റേഡിയേറ്ററിൻ്റെ വെള്ളം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണം. അതിൽ വെള്ളം കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ വെള്ളം ഒന്ന് ചെക്ക് ചെയ്തിട്ട് റേഡിയേറ്റർ വാട്ടർ വാങ്ങിയിട്ട് ഒഴിക്കണം. നേരെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിലോട്ട് കയറി. അപ്പോൾ അവിടെ ബാറ്ററിയും ടയറൊക്കെ മാറ്റുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ റേഡിയേറ്ററിൽ ഒഴിക്കുന്ന വെള്ളമുണ്ട്. അപ്പോൾ ഒരു റേഡിയേറ്ററിൽ ഒഴിക്കുന്ന വെള്ളവും വാങ്ങിച്ച് 3 രൂപയല്ലേ ഉള്ളൂ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ട് ഇതുപോലത്തെ. അങ്ങനെ പെട്ടെന്ന് അത് ഒഴിച്ച് വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നേരെ 1 ലിറ്റർ മൊത്തത്തിൽ ഒഴിച്ചു. മൊത്തത്തിൽ കുറച്ച് കാലമായിട്ടുണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ കയറി. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഫഹസ് സെൻറ്റർ. അപ്പോൾ ഏകദേശം സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് അറിയാം ഫഹസ് എന്ന് പറഞ്ഞാൽ എന്താന്ന്. വണ്ടിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോകുന്ന സാധനം, ഫിറ്റ്നസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇൻസ്പെക്ഷന് വണ്ടി വെക്കുമല്ലോ, അതേ സെയിം പ്രൊസീജിയറാണ് ഇവിടെ. അതായത് പുക ടെസ്റ്റിങ്ങും പിന്നെ ലൈറ്റും കാര്യവും പിന്നെ ബ്രേക്കും അതൊക്കെ മൊത്തമായിട്ട് ഒറ്റൊരു സ്ഥലത്ത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ക്ലിയർ ആയാൽ ഒരു QR കോഡുള്ള സ്റ്റിക്കർ അവർ നമ്മളെ ഫ്രണ്ട് മിററിൽ ഒട്ടിക്കും. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു വഴിയുണ്ട്, അപ്പോൾ അത് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ റോഡ് പണിയെടുക്കുന്നതിനുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വഴി കൂടി പോകുന്നത്. ഇത് നിങ്ങൾ കാണുന്നുണ്ട്, 2 സൈഡായിട്ട് ഫുള്ള് വർക്ക്ഷോപ്പാണ്. എല്ലാ കമ്പനിയുടെ വർക്ക്ഷോപ്പും ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഈ വർക്ക്ഷോപ്പും കാര്യം പിന്നെ ഫഹസ് സെൻറ്റർ ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ആയിട്ട് ഒരു 2-3 വർഷത്തിനിടയ്ക്കേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല അടിപൊളിയാണ് കാണാനൊക്കെ, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഫഹസ് സെൻറ്ററിലെത്തി. വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോയിൻമെൻ്റ് എടുക്കുന്നതുകൊണ്ട് ആ സമയമാകുമ്പോൾ എത്തിയാൽ മതി. ഒരു 10-15 വണ്ടിയേ ഉള്ളൂ. പെട്ടെന്ന് അവിടെ കൗണ്ടറിലേക്ക് എത്തി. അവിടുന്ന് പേയ്മെൻ്റ് ആക്കി 115 റിയാൽ. 4-5 എൻട്രൻസ് ഉണ്ട്, 2-3 ഓപ്പൺ ഉള്ളൂ. അതിൽ കൂടി അകത്ത് കയറാം. ഇവിടെ അവരെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിട്ട് വണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇതിലൊരു വഴിയുണ്ട്. ഈ വഴിയിൽ കൂടി നേരെ ലാസ്റ്റ് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വണ്ടി കൊണ്ടുവന്ന് തരും നമ്മളെ കയ്യിൽ. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ വർഷം അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ആക്കി വെക്കണം. ഓരോ വർഷം കൂടുന്തോറും, ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. ഇവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞ് പാസ്സായി. ഫൈലായാലാണ് പ്രശ്നം. പാസ്സായാലും അവരൊരു സ്റ്റിക്കർ ഒട്ടിക്കാം, കാണിച്ചു തരാം. അതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പാസ്സായി നടത്തും. അതല്ലെങ്കിൽ രണ്ടാമത് പണിയാണ്. അങ്ങനെ അതൊക്കെ ക്ലിയർ ആയ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവിടുന്ന് ഇറങ്ങി. ഇപ്പോഴും വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് വണ്ടിയേ ഉള്ളൂ. ഇനി എങ്ങാനും ഈ ഫഹസിൽ ഫൈലായാൽ നമുക്കൊരു മെസ്സേജ് വരും. ആ QR സ്റ്റിക്കർ അവർ ഒട്ടിക്കില്ല. ആ മെസ്സേജ് നോക്കിയിട്ട് എന്താണ് കംപ്ലയിൻ്റ് എന്ന് നോക്കിയിട്ട് അത് പോയി വർക്ക്ഷോപ്പിൽ ശരിയാക്കിയിട്ട് വേറൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വീണ്ടും പറഞ്ഞു ഇതേപോലെ. നേരത്തെ ആ ബാക്ക് സൈഡ് കൂടി പോകാനുള്ള കാരണം എന്താ, ഈ സിഗ്നലിൻ്റെ അടുത്ത് ജോലി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന വഴിയുണ്ടല്ലോ, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ സിഗ്നലിൻ്റെ പണി എടുക്കുന്നതിനുണ്ട്. അതുകൊണ്ടാണ് ബാക്ക് സൈഡ് കൂടി വന്നത്. മുമ്പൊക്കെ ഫാസിന് പോയാൽ ഭയങ്കര തിരക്കുണ്ടാവും. രാവിലെ പോയാൽ ചിലപ്പോൾ ഉച്ചയൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ 11:50 ആകുമ്പോൾ തിരിച്ചെത്തി. റൂമിൻ്റെ അടുത്ത് എത്തി, വണ്ടി പാർക്കാക്കി. 11:15 ഫാസ് കഴിഞ്ഞിട്ടുണ്ടായി. അവിടുന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് വന്നാൽ പിന്നെ 10 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയാൽ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.